അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ അയിലയാണ് കേട്ടോ. 3 വലിയ അയില കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ കറി വെക്കുന്നത്. അപ്പോൾ നല്ല ഫ്രഷ് അയിലയാണെന്ന് തോന്നുന്നു. വില കൂടുതലുമാണ്, 360 രൂപയാണ് കിലോത്തിന്. അപ്പോൾ അങ്ങനെ ഒരു 3 അയില വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ കറിയാക്കുന്നത്. ഈ 1/2 കിലോ അയിലക്ക് ഞാൻ ഒരു അരപ്പ് റെഡിയാക്കാൻ പോകാം കേട്ടോ. അപ്പോൾ അരപ്പിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അരമുറി തേങ്ങയുടെ പീര എടുത്തിട്ടുണ്ട്. ചെറിയൊരു മുറി തേങ്ങയുടെ പകുതി തേങ്ങയുടെ പീര എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 20ഓളം ചുമന്നുള്ളി ഞാൻ ഇത്തിരി അധികം എടുക്കും. അപ്പോൾ അതും കൂടി അരപ്പിൽ നമ്മൾ അരക്കുന്നതാണ്. അപ്പോൾ അതിട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ ഒരു മീഡിയം ടൈപ്പ് ഇഞ്ചി കഷ്ണം അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. പിന്നെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം അരപ്പിൽ അരച്ച് ചേർക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ അയിലക്കറിയൊക്കെ റെഡിയാക്കുന്നത്. പിന്നെ നമുക്ക് 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒപ്പം 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതുകൂടാതെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് എന്നിട്ട് അതിലേക്ക് ഇപ്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് പേസ്റ്റ് പോലെ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. മൺചട്ടിയിലാണ് ഇത് കറി റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ പച്ചന അരപ്പ് കലക്കിയാണ് കേട്ടോ വെക്കുന്നത്. ഇതാണ് നമ്മുടെ പണ്ടത്തെ കാരണന്മാരൊക്കെ വെക്കുന്ന കറി. ഇങ്ങനെയാണ് കറി അയില ചാളയൊക്കെ അരച്ച് കറി വെക്കുന്നത്. ഇങ്ങനെയാണ് അരപ്പ് കലക്കി അങ്ങോട്ട് വെക്കും. അപ്പോൾ ഇത് ഞാനെല്ലാം അരച്ച് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ജാറ് കഴുകിയ വെള്ളവും കൂടി അല്പം ഒഴിച്ച് അരപ്പ് കൂട്ടാം. അധികം നീണ്ടു പോകണ്ട. അല്പം വെള്ളം കൂടി ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു വലിയ മാങ്ങ, ഒരുവിധം വലിയ മാങ്ങ നല്ല പുളിയുള്ളതാണ്, അത് ചെത്തി കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 6 ഉണ്ട മുളക്, അധികം വലുതല്ല, ആ മുളകും 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കാം. കൂടാതെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കറി താളിക്കലും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ പച്ചനെ പൊടികളും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി പൊടികളായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി നന്നായിട്ട് വെണ്ണ പോലെ അരച്ചിട്ട് അരപ്പ് കലക്കി അധികം ചാറില്ലാതെ വെച്ചതാണിത്. പിന്നെ കൂടാതെ മാങ്ങയും പച്ചമുളകും നമ്മൾ അഡീഷണലായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ അയില ഇട്ട് കൊടുക്കാം. ഓക്കെ, കറി നോക്കാം. നമ്മുടെ കറിയൊക്കെ തിളച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് നോക്കിയിരുന്നു. അപ്പോൾ മാങ്ങയൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന അയില ഇട്ട് കൊടുക്കാം. ഇതാണ് അയില. അപ്പോൾ 1/2 കിലോ അയിലയാണിത്. 3 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഫ്രഷ് അയിലയായിരുന്നു. കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നിയതുകൊണ്ട് മേടിച്ചതാണ്. വില കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഈ അയില തിളച്ചതിന് ശേഷം, നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം ഒരു ചെറുതീയിൽ നമ്മളൊരു 10 മിനിറ്റ് ഇടും. അതിന് ശേഷം നമുക്ക് നോക്കാം. ഓക്കെ, കറി നോക്കാം. കറി വെച്ചിട്ടൊരു 10-15 മിനിറ്റ് ആയി തിളച്ചിട്ട്. ചാറൊക്കെ വറ്റി നെയ്യൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കണ്ട നെയ്യൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. ഇനി തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഇത് കുറുകും. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഒപ്പം 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒപ്പം അല്പം പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കറി ഒന്ന് പതുക്കെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം.
കുറുകിയ ചാറാണിത്. തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഡ്രൈ ആവും. അപ്പം നമുക്ക് നമ്മുടെ അയിലക്കറി റെഡി ആയിട്ടുണ്ട്.